വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. GSTR 3B പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള നോട്ടീസും പെനാൽറ്റിയുമാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. GSTR 3Bയിലെ ടേബിൾ 3.2 ആൻഡ് ടേബിൾ 4 ഈ രണ്ട് ടേബിൾസിലാണ് സാധാരണയായിട്ട് ഈ നോട്ടീസിന് ആസ്പദമായിട്ടുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാറുള്ളത്. ആദ്യം എന്ത് മിസ്റ്റേക്സാണ് വരാറുള്ളതെന്ന് പറയാം. അതിനുശേഷം നമുക്ക് ആ നോട്ടീസിലേക്കും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിലേക്കും കിടക്കാവുന്നതാണ്. 3.2 നമുക്കറിയാം ഇൻഡർ സ്റ്റേറ്റ് സപ്ലൈസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഓഫ് ഇൻഡർ സ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്, കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ ആൻഡ് UIN ഹോൾഡേഴ്സ്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ 3.2 ടേബിളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളുടെ ടാക്സ് കാൽക്കുലേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് ഡിക്ലെയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സോ പലരും ഇത് ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. ഇത് ഫില്ല് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്ത് പോകാറാണ് പതിവുള്ളത്. ഇവിടെ പറയുന്നത് ഓഫ് ദ സപ്ലൈസ് ഷോൺ ഇൻ 3.1 ആൻഡ് 3.1.1 ഓൾറെഡി 3.1ലും 3.1.1ലും കാണിച്ചിട്ടുള്ള ഡാറ്റയിൽ ഡീറ്റെയിൽസ് ഓഫ് ഇൻഡർ സ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺസ്, കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺസ് ആൻഡ് UIN ഹോൾഡേഴ്സ്, ഈ 3 സപ്ലൈസും സെപ്പറേറ്റ്ലി 3.2ൽ ഡിക്ലെയർ ചെയ്യണമെന്നാണ്. പറഞ്ഞ പോലെ തന്നെ ഇത് ടാക്സ് കാൽക്കുലേഷൻ ഒരു എഫക്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ആരും ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മെനക്കെടാറില്ല. ബട്ട് ഇനി മുതൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനും 25,000 വരെ ഫൈൻ ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ടേബിൾ നമ്മൾ കവർ ചെയ്തു. ദെൻ സെക്കൻഡ് ടേബിൾ നോക്കാം. എലിജിബിൾ ITC. ഇവിടെ സാധാരണ രീതിയിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, നമുക്കറിയാം GSTR 2Bയിൽ നിന്നാണ് ഇതിലേക്കുള്ള ഡാറ്റ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. ഓൾ അതർ ITCയിലാണ് ഡാറ്റ വരാറുള്ളത്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ ITC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിക്ലറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് താഴെ Dയിലും ഡാറ്റ കാണിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. എന്ത് മിസ്റ്റേക്സ് ആണ് ഇവിടെ സംഭവിക്കാമെന്ന് പറയാം. ഓൾ അതർ ITCയിൽ വരുന്ന എമൗണ്ട് ചിലർ മുഴുവനായിട്ടും ക്ലെയിം എടുക്കും. അതിൽ ബ്ലോക്ക്ഡ് ITC ഉണ്ടോ, ഇന്നെലിജിബിൾ ITC ഉണ്ടോ എന്നൊന്നും നോക്കില്ല. അത് ഒന്നാമത്തെ മിസ്റ്റേക്കാണ്. പക്ഷേ ആ മിസ്റ്റേക്ക് അല്ല ഈ നോട്ടീസിന് കാരണമാകുന്നത്. ഇവിടെ വരുന്ന ITCയിൽ നിങ്ങളുടെ ബ്ലോക്ക്ഡോ ഇന്നെലിജിബിൾ ITC ഉണ്ടെങ്കിൽ ചിലർ ഇവിടെ എഡിറ്റ് ചെയ്യും. ഓൾ അതർ ITCയിലെ എമൗണ്ട് എഡിറ്റ് ചെയ്ത് എമൗണ്ട് കുറച്ചതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യും. സപ്പോസ് ഒരു 10,000 ആണ് ഓൾ അതർ ITCയിൽ വന്നിരിക്കുന്നത്. അതിൽ 2,000 നിങ്ങൾക്ക് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ITC ആയിരുന്നു, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ITC ആയിരുന്നു. അത് കുറച്ച് 8,000 ആണ് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുന്ന ഫിഗർ നിങ്ങളിവിടെ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് തെറ്റാണ്. പ്രോപ്പറായിട്ടുള്ള ഫയലിംഗ് എന്ന് പറയുന്നത് ഇവിടെ 10,000 കാണിക്കുകയും റിവേഴ്സിൽ കറക്റ്റായിട്ട് ഈ റൂൾസ് പ്രകാരമാണെങ്കിൽ ഇറിവേഴ്സിബിൾ ITC ആണെങ്കിൽ നിങ്ങളിവിടെ തന്നെ പാർട്ട് Bയിൽ അത് കാണിച്ച് റിവേഴ്സ് ചെയ്യേണ്ടതാണ്. ഇതാണ് പ്രോപ്പറായിട്ടുള്ള ഫയലിംഗ് മെത്തേഡ്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടല്ല ഈ ടേബിൾ ഫയൽ ചെയ്യുന്നതെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ D സെക്ഷനിലെ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് തന്നെ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ ഫയലിങ്ങിനെ പറ്റി ഓൾറെഡി നമ്മുടെ കോഴ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് ഇത് നിങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ടേബിൾ 3.2ലെ പോലെ തന്നെ ഈ ടേബിളിലും നിങ്ങളിങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിച്ചാൽ അത് ഫൈനൽ ടാക്സ് പേയ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പലരും ചെയ്യുന്നത് ശരിയാണെന്നുള്ള വിശ്വാസത്തോടെയാണ് ചെയ്യുന്നത്. ബട്ട് GST റിട്ടേൺസ് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. അത് ഓൾറെഡി പല നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂ ചെയ്തിട്ട് GST ഡിപ്പാർട്ട്മെൻറ്റ് പല പ്രാവശ്യം വാൺ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ ഫൈനൽ എഫക്റ്റ് സെയിം ആയി എന്ന് കരുതിയിട്ട് പ്രോപ്പറായിട്ട് ആണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കില്ല. ഇനി ഏത് നോട്ടിഫിക്കേഷൻ്റെ ബേസിസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇത് സർക്കുലറാണ്. സർക്കുലർ നമ്പർ 170/02/2022 GST. ഈ സർക്കുലറിൻ്റെ ലിങ്ക് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് മുഴുവൻ വായിച്ച് നോക്കാവുന്നതാണ്. ഞാനിതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയാം. മുഴുവൻ വായിക്കണമെന്നില്ല. മുഴുവൻ വായിക്കേണ്ടവർക്ക് ഇതിൽ കയറി വായിച്ച് നോക്കാവുന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർക്കുലറാണ്. ഇതിൽ എക്സാമ്പിൾസ് അടക്കം വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാൻഡേറ്ററി ഫർണിഷിംഗ് ഓഫ് കറക്റ്റ് ആൻഡ് പ്രോപ്പർ ഇൻഫർമേഷൻ ഓഫ് ഇൻഡർ-സ്റ്റേറ്റ് സപ്ലൈസ് ആൻഡ് എമൗണ്ട് ഓഫ് ഇന്നെലിജിബിൾ ബ്ലോക്ക്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് റിവേഴ്സൽ thereof in return form GSTR 3B and statement in form GSTR 1.
നിങ്ങൾ GSTR 1 ഫയൽ ചെയ്യുന്ന ഡീറ്റെയിൽസാണ് 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. സോ GSTR 1 വളരെയധികം കെയർഫുള്ളായിട്ട് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വായിച്ച് നോക്കുക. ഇതിൽ മിസ്റ്റേക്ക് സംഭവിക്കുന്ന GSTR 1 3Bയിലെയും ടേബിൾസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇല്ലുസ്ട്രേഷൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു നോട്ടീസ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പിൾ നോട്ടീസാണ് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത്. പ്രോപ്പറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഇതാണ്: നോൺ ഡിസ്ക്ലോഷർ ഓർ നോൺ അവൈൽമെൻറ്റ് ഓഫ് IGST ക്രെഡിറ്റ് വൈൽ ഫയലിംഗ് റിട്ടേൺസ് ഇൻ ഫോം GSTR 3B ഫോർ ദിസ് പീരീഡ്. ഈ നോട്ടീസ് വെച്ചിട്ട് പലരും ഡൗട്ട് പറഞ്ഞിരുന്നു. ബിക്കോസ് ഇതിലെ മാറ്റർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സാധാരണയായിട്ട് നമുക്ക് നോട്ടീസ് വരുന്നത് GSTR 2Bയിൽ വന്നതിനേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് 3Bയിൽ എടുക്കുമ്പോഴാണ്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്രെഡിറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. സോ GST ആക്ട് പ്രോപ്പറായിട്ട് വായിക്കാത്ത ആളുകൾക്ക് ഇതിപ്പോഴും ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു പോയിൻ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് GST ക്രെഡിറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വരികയും ഫൈൻ ഈടാക്കുന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആക്ട് പ്രോപ്പറായിട്ട് വായിക്കുകയാണെങ്കിൽ ആ ഇഷ്യൂ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല. ഈ നോട്ടീസിലെ മാറ്റർ ഇതാണ്: നമ്മൾ GSTR 3Bയിൽ ഫയൽ ചെയ്തതിനേക്കാളും ക്രെഡിറ്റ് എടുത്തതിനേക്കാൾ കൂടുതൽ നമ്മുടെ GSTR 2Bയിൽ ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് സെറ്റിൽമെൻറ്റിൽ അവർക്ക് പ്രോപ്പർ ഡാറ്റ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിൻ്റെ ഇന്നർ വർക്കിങ്സ് എങ്ങനെയാണ് നമ്മുടെ കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് വളരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ടേബിൾ 4 നമ്മൾ കാണിച്ച എക്സാമ്പിളിൽ ഇതേ സിറ്റുവേഷൻ തന്നെയാണുള്ളത്. 10,000 കാണിക്കുന്നതിന് പകരം എഡിറ്റ് ചെയ്ത് മാറ്റി 8,000 കാണിച്ചു. പ്രോപ്പറായിട്ടല്ല റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റ് എടുക്കുന്നത് കറക്റ്റായിട്ടില്ല. സോ അത് ഷോ ചെയ്ത രീതി പ്രോപ്പറായിരുന്നില്ല. അതുകൊണ്ടാണ് നോട്ടീസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ടേബിൾ 3.2 പ്രോപ്പറായിട്ട് ഡാറ്റ കാണിച്ചില്ലെങ്കിലും ആ ഡാറ്റ നിങ്ങളുടെ അവൈലബിൾ ആയിരുന്നു എന്നിട്ട് നിങ്ങൾ കാണിക്കാതിരുന്നാൽ ഇതുപോലെ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഈ നോട്ടീസിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് മന്ത്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിവേഴ്സിൽ പ്രോപ്പറായിട്ട് കാണിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജനറൽ പെനാൽറ്റി ആയിട്ടുള്ള 25,000 rupees ലെവി ചെയ്യുന്നതായിരിക്കും. സോ ഈ 2 കേസുകളും ഫയൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതുപോലെ നോട്ടീസും പെനാൽറ്റിയൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ ടേബിൾസിലാണ് GSTR 3Bയിൽ മിസ്റ്റേക്ക് സംഭവിക്കാവുന്നത്, ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, പ്രോപ്പറായിട്ട് എങ്ങനെ ഫയൽ ചെയ്യാം, ഏത് സർക്കുലർ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുള്ളത്, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള നോട്ടീസ്, ആ നോട്ടീസിൻ്റെ ഫോമാറ്റ്, എത്രയാണ് ഫൈൻ വരാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി GST പോർട്ടലിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കാം. 2 നോട്ടിഫിക്കേഷൻസ് ആണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുന്നതായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ്. ദെൻ ഇൻവോയ്സിങ്ങിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ ഇൻവോയ്സുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ ഇൻഫർമേഷൻ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒന്നും തന്നെ കാണുന്നില്ല. ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാം. സോ ഇൻവോയ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഈ പോർട്ടൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാ ഫങ്ഷനാലിറ്റീസും ഓപ്പൺ ചെയ്തൊന്ന് വായിച്ച് നോക്കുക, വീഡിയോസ് കണ്ടു നോക്കുക. ദെൻ നെക്സ്റ്റ് അഡ്വൈസറി വന്നിരിക്കുന്നത് GST രജിസ്ട്രേഷനിൽ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്തതിന് ശേഷവും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുള്ള ചെറിയ ഡിലേ ആണ്. സാധാരണയായിട്ട് സൈറ്റ് വെരിഫിക്കേഷൻ GST ഓഫീസേഴ്സ് ചെയ്യാറുണ്ട്. എല്ലാ കേസിലും ചെയ്യാറില്ല, സെലക്റ്റഡ് ആയിട്ട് ചെയ്യാറുള്ളൂ. ബട്ട് ഇപ്പോൾ ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺ റിസ്ക് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ വുഡ് ബി പ്രോസസ്ഡ് വിത്തിൻ 30 days ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ. അപ്പോൾ കുറച്ച് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സിസ്റ്റം ബേസ്ഡ് ആയിട്ട് റിസ്ക് പ്രൊഫൈലിംഗ് GST പോർട്ടൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നതാണ്. അതിനുശേഷം മാത്രമാണ് 30 daysനുള്ളിൽ രജിസ്ട്രേഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നുള്ളൂ. സോ പുതിയ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്നവർ പ്രോപ്പറായിട്ട് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ്. അഡീഷണലായിട്ട് നമ്മളുടെ ITR U കോഴ്സിനെ പറ്റി എൻക്വയറീസ് വന്നിട്ടുണ്ട്. കോഴ്സ് അണ്ടർ പ്രിപ്പറേഷനാണ്. ഈ മാസം തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. അസസ്മെൻറ്റ് ഇയർ 2021-22 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ITR U ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് 31 March 2024 വരെയുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കോഴ്സ് ITR Uൻ്റെ കോഴ്സ് വരുന്നതാണ്. കോഴ്സ് വരുമ്പോൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ കോഴ്സിൻ്റെ ഇൻഫർമേഷൻ നേരത്തെ കിട്ടണമെന്നുള്ളവർ വാട്സപ്പിൽ ITR U എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്ത് വയ്ക്കുന്ന നന്നായിരിക്കും. കോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.